മധുസാർ ആദ്യം പറഞ്ഞ പോലെ ഈ എക്സസീവ് ആൽക്കഹോളും സ്മോക്കിങ്ങും ഇത് രണ്ടും ഹാർട്ട് ഇഷ്യൂസിന് കാരണമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിന് വീണ്ടും ഒന്നുകൂടെ ചോദിക്കുകയാണേ. അതായത് ഈ എക്സസീവ് ആൽക്കഹോളും സിഗരറ്റും അതെങ്ങനെയാണ് ഒരുമിച്ചാവുന്നത്? അതായത് ആൽക്കഹോളും ഒരുപോലെ തന്നെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ ഹൃദയത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമല്ലേ? ആൽക്കഹോൾ ഹൃദയത്തിന് അത്രയും പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമല്ല. അത് ശരി. ആൽക്കഹോൾ ക്രിയേറ്റ്സ് അതർ പ്രോബ്ലംസ്. അതായത് ആൽക്കഹോൾ ഉള്ളവർക്ക് ലിവറിനാണ് പ്രോബ്ലം കൊണ്ടുവരുന്നത്. അതാണ് ആൽക്കഹോൾ റിലേറ്റഡ് ആയിട്ടുള്ള കോമൺസ്റ്റ്. വേറെ ഹാർട്ടിലേക്ക് അതിന് ഇൻഡയറക്റ്റ് ഇഫക്ട്സ് ആണ്. നമ്മൾ 2 പെഗ്ഗിൽ കൂടുതൽ ആൽക്കഹോൾ യൂസ് ചെയ്താൽ, അതായത് 60 ml ആണ് യൂഷ്വലി നമ്മളൊരു പെഗ് എന്ന് പറയുന്നത്. ദെൻ കുറച്ച് സിമ്പതറ്റിക് ഓവർ ആക്ടിവിറ്റി വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടും, ഹാർട്ടിൻ്റെ ഇടിപ്പിന് സ്പീഡ് കൂടും, ഇങ്ങനത്തെ 2 കാര്യങ്ങൾ വരും. അപ്പോൾ 60 ml കൂടുതൽ പോകും തോറും നമുക്ക് അണ്ടർലൈൻ ഹാർട്ട് ഡിസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രസിപ്പിറ്റേറ്റ് ആകാനുള്ള സാധ്യത കൂടും. പിന്നെ ഒന്ന് ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ ഇടുപ്പിന് മാറ്റം വരുന്നൊരവസ്ഥയുണ്ട്. ഇത് ആൽക്കഹോൾ കൺസംഷൻ കൂടി വരുമ്പം അതിനുള്ള ചാൻസ് നല്ലോണം കൂടും. പിന്നെ നല്ലോണം ആൽക്കഹോൾ ക്രോണിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഹാർട്ടിൻ്റെ പമ്പിങ് കുറച്ച് വരാൻ സാധ്യതയുണ്ട്. ഇതാണ് ആൽക്കഹോളിൻ്റെ റിസ്ക്. വേറെ സ്മോക്കിംഗ് ആണെങ്കിൽ ഡയറക്റ്റ് കൊറോണറി ആർട്ടറി ഡിസീസിനാണ് റിസ്ക്. അതായത് ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത സ്ട്രേറ്റ് കൂട്ടുന്ന ഒരു സാധനം. ആൻഡ് ദാറ്റ് ഇസ് പ്രൊപ്പോർഷൻ ടു ദ നമ്പർ ഓഫ് സിഗരറ്റ് സ്മോക്ഡ് ഇൻ എ ഡേ. ഈവൺ 1 cigarette ഈസ് എ റിസ്ക് ഫാക്ടർ.